പൈലോട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷ് സാറാണ്. സാർ സ്വാഗതം. താങ്ക് യു. സാറ് ഒരു 2 മാസത്തിലധികമായി ഉണ്ടായ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് ഏതാണ്ടൊരു താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് സൂചന വരുന്നത്. ഒരു ഷോർട്ട് ടൈം എഗ്രിമെന്റ്, ഒരു ഹ്രസ്വകാല കരാറിലേക്ക് 2 രാജ്യങ്ങളേക്കും എത്തും. അതിന് ഇപ്പോൾ ചില മധ്യസ്ഥർ അതിനിടയിൽ ഇടപെടുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയും ഒക്കെ ചില മധ്യസ്ഥ ദൗത്യങ്ങൾ ഇടപെടുന്നുണ്ട്. അത്തരം ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടോ, അതോ ഇപ്പോഴുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് ഊർജ്ജ പ്രതിസന്ധി എല്ലായിടും ഉണ്ട്, ട്രംപിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്, അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു താൽക്കാലിക പരിഹാരം എന്നത് മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടതുണ്ടോ, അതോ ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്കിപ്പോ പങ്കുവെക്കാൻ സാധിക്കുമോ? ഈ യുദ്ധം അവസാനിച്ചു എന്ന് നമുക്ക് തീർപ്പിലാക്കാം. കാരണം ഏപ്രിൽ 22-ന് തന്നെ ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു, അനിശ്ചിതകാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ അനിശ്ചിതകാല വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനിശ്ചിതകാല വെടിനിർത്തൽ തന്നെയാണ്. കാരണം ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏത് രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ എല്ലാവരും അവരുടേതായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ആക്രമണങ്ങളുണ്ടായി നേരിടാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഈ അനിശ്ചിതകാലത്തേക്ക് നീട്ടി എന്നുള്ളതിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇത് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കുറെ മാറ്റങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഒരുപാട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും, ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക്, ഇപ്പൊ GCC രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ, ഇപ്പൊ ദുബായിയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാവുന്നു. അതേ സമയത്ത് ഈ UAE അതൊരു പുതിയ ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയും UAEയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ, ആ കരാർ എന്ന് വെച്ചാൽ വളരെ ദൂരവ്യാപകമായി ഒരു പ്രതിഫലനങ്ങളും അനുരണനങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു കരാറാണ്. അതായത് UAE ഒപ്പക്കിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇനിയിപ്പം ഒപ്പക്കിൽ ഉണ്ടായത്, അതായത് ഓയിൽ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് കൺട്രീസ്, ആ ഒപ്പക്കില് 50 വർഷത്തെ കാലാവധി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒപ്പക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ സൗദി അറേബ്യയുമായിട്ട് ദീർഘകാലമായി ഈ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്ന ഒരു ആന്തരിക സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും ഒക്കെ ഒരു പര്യവസാനം കൂടിയാണ് ഈ പുറത്തു വരൽ. ഈ ഒപ്പക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു സൗദി അറേബ്യയുടെ ആധിപത്യം പ്രധാനമായിട്ടും ഈ ഒരു നിശ്ചിത തോതിനപ്പുറത്തേക്ക്, ഒരു പരിധിക്കപ്പുറത്തേക്ക് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയായിരുന്നു. അതിനനുസരിച്ചിട്ടായിരുന്നു ഈ ആഗോള എണ്ണ വില നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ അത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള US തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ 1974 കരാറാണ്. അപ്പൊ അതിനെ തുടർന്നാണ് ഈ പെട്രോ ഡോളർ, ഈ ഡോളർ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ ഡോളറിന്റെ ആധിപത്യ നിലനിന്നതും ഈ പെട്രോ ഡോളറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ പെട്രോ ഡോളർ എന്നുള്ള സംഗതി അസ്തമിക്കാൻ പോകുന്നു. ഡോളർ ഈ പറഞ്ഞതുപോലെ എണ്ണ വ്യവസായത്തിന്, എണ്ണ കയറ്റുമതി ഇറക്കുമതിക്ക് ബാധകം അല്ലാതായിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ UAEയുമായിട്ട് ഒരു ലോക്കൽ കറൻസി ട്രാൻസാക്ഷൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു, LCT, അതായത് ലോക്കൽ കറൻസിയിൽ എണ്ണ വ്യാപാരം നടത്താം എന്നുള്ള ഒരു കരാറിലേക്ക് UAE ഒപ്പിട്ടു, റഷ്യയുമായിട്ട് ഒപ്പിട്ടു. അപ്പോ ചൈന, റഷ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോ അതാത് കറൻസികളിൽ ഇപ്പൊ എണ്ണ വാങ്ങുന്നതിലേക്ക് അല്ലെങ്കിൽ വ്യാപാരം നടത്തുന്നതിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അവിടെ ഡോളറിന്റെ ആവശ്യമില്ലാതെ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സമാന്തരമായിട്ട് സംഭവിക്കുന്നത് ഈ ഡോളറൈസേഷൻ കൂടിയാണ്. അപ്പൊ ഇത് പെട്രോ ഡോളറിനെയാണ് നേരിട്ട് ഇതിനെ ബാധിക്കുന്നതും. അമേരിക്കയാണ് ഡോളറിന്റെ ഒരു അപ്രമാദിത്വം നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ അപ്രമാദിത്വത്തിനുള്ള ഏൽക്കുന്ന അടിയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ യുദ്ധത്തിനകത്ത് ഏറ്റവും വലിയ പരിക്ക് പറ്റിയിരിക്കുന്നത് ആൾനാശവും അതുപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ നാശങ്ങളും മറ്റ് ഒരുപാട് ഭൗതികമായ നഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായെങ്കിലും ഇറാനെ സംബന്ധിച്ച് ഒരു കുതിച്ചുയരലിന്റെ, അതല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിന്റെ ഒരു യുഗപ്പിറവിയിലേക്കും കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ പറയുന്ന കരാറിനകത്ത് ഇപ്പൊ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാർ
ഏകദേശം ഇറാന്റെ നിർദ്ദേശം അമേരിക്ക സ്വീകരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയും മറ്റൊക്കെ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കരാറിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, അത് ട്രംപിന്റെ സംഭാഷണത്തിൽ തന്നെ അത് വളരെ വ്യക്തമാക്കിയിരുന്നു. അതായത് അമേരിക്കയിൽ മരവിപ്പിച്ച് ഇട്ടിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ റിലീസ് ചെയ്യുക എന്നുള്ള സംഗതി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതുപോലെ ഉള്ള അതോടൊപ്പം തന്നെ ഇറാനെതിരെയുള്ള സാങ്ഷൻസ് ഒഴിവാക്കുക. ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇറാന്റെ ഈ റിസോഴ്സസും വെച്ചിട്ട് ഈ ഇറാന് ഈ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളെ പോലെ ഇതുവരെ കഴിഞ്ഞ 4 ദശകങ്ങളിലേറെയായിട്ട് ഇറാൻ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. അപ്പൊ ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇപ്പൊ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ആഭ്യന്തര സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇറാന്റെ ഒരു രാജ്യമെന്ന നിലയിൽ വികസിക്കാനും ഒക്കെ ഉള്ള ഒരു വഴി ഒരുങ്ങുകയും ചെയ്തു. ഒരു വലിയ പ്രശ്നം ഇപ്പൊ ട്രംപ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം ഇപ്പൊ മാർക്ക് റൂബിയോ ഇപ്പം റോമിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം പോപ്പിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ ട്രംപ് സംസാരിക്കുകയും അങ്ങനെ പോപ്പും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് അതും ആഭ്യന്തരമായിട്ട് പിന്നെ ട്രംപിനെ വളരെ മോശമായിട്ട് അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ പാപപരിഹാര കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ട്രംപിന്റെ മാപ്പപേക്ഷയുമായിട്ട് മാർക്കോ റൂബിയോ റോമിലെത്തി പോപ്പിനെ കണ്ടിരിക്കുന്നത്. പിന്നെ ആഭ്യന്തരമായിട്ട് ഈ പറഞ്ഞതുപോലെ അവശ്യ വസ്തുക്കളുടെ വിലയും അവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 50% അടുക്കുന്നു വിലക്കയറ്റം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം എന്നുള്ള ഒരു അഭിപ്രായം, ഒരു പ്രതിച്ഛായ വളരെ സ്ഥാപിതമാവുകയും ചെയ്തു. അങ്ങനെ ഇന്ന് അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വാസ്യതയില്ലാത്ത, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമായി മാറുകയും ഡോളറിന്റെ വില അല്ലെങ്കിൽ ഡോളറിന്റെ ആ ഒരു കരുത്ത് ക്ഷയിച്ചു തുടങ്ങുന്നതിന്റെ വളരെ ഭീകരമായ വളരെ തീവ്രമായ ഗതിയിൽ ക്ഷയിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ബ്രിക്സ് രാജ്യങ്ങളും സ്വാഭാവികമായിട്ടും അവരും ഈ ബ്രിക്സ് കറൻസിയെ കുറിച്ചൊക്കെ വേറെ നാളെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരമുള്ള ഒട്ടേറെ ഇനിയിപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയതുപോലെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി ചാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഏതാണ്ട് ഇതോടെ അവസാനിക്കുകയും അതേ സമയത്ത് ഇനി ഇസ്രയേലാണ് ഒരു വലിയ വിഷയമായി നിൽക്കുന്നത്. ഇസ്രയേൽ ഇപ്പോഴും വെടിനിർത്തൽ, ഇപ്പൊ ലെബനനുമായിട്ട് വെടിനിർത്തൽ സമ്മതിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ അതിശക്തമായി ബെയ്റൂട്ടിൽ മിസൈൽ വർഷങ്ങൾ നടത്തി. അപ്പൊ അവിടെ ഇനി ഉണ്ടാവുന്ന ഒരു പുതിയ ഭൗമ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം GCC രാജ്യങ്ങളിടയിൽ തന്നെ അഭിപ്രായത്തിൽ ഇപ്പൊ സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അതേപോലെ തന്നെ ഈ അമേരിക്കയുടെ മിലിറ്ററി സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങളിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു വലിയ പ്രശ്നം വരുന്നുണ്ട്. അതിന്റെ ആവശ്യകത, കാരണം അത് നിരർത്ഥകമാണെന്ന് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഈ ഫെബ്രുവരി 28 മുതൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അവിടെ ഈ GCC പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒക്കെ ഒരു പുതിയ ലോകക്രമത്തിലേക്ക് ഈ പശ്ചിമേഷ്യൻ യുദ്ധം കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ഏറ്റവും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കും ട്രംപിനുമാണ്. ഏറ്റവും നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാനാണ്. പിന്നീട് ഇന്ത്യക്ക് പോലും നേട്ടം ഉണ്ടായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒപെക് രാജ്യങ്ങളിൽ നിന്ന്, ഒപെക് സംഘടനയിൽ നിന്ന് UAE പുറത്തു വന്നതോടുകൂടി UAE ഇപ്പം 2027 5 മില്യൺ ബാരൽസ് ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ UAEയിൽ നിന്നുള്ള കുഴൽ വഴിയുള്ള പിന്നെ ഇത് എണ്ണ കൊണ്ടുവരാനുള്ള പദ്ധതി, ബോംബെയുമായിട്ടുള്ള പദ്ധതി നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ കപ്പൽ വരുന്നതിനും പ്രശ്നം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു ഇന്ത്യക്ക് സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് നമ്മളുടെ ഊർജ പ്രതിസന്ധി ഉണ്ടാകാതെ വരുന്ന ആളുകളിൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമുക്കിതിനെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദിച്ചോട്ടെ, ഇപ്പോ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടു കൂട്ടരും മധ്യസ്ഥ ചർച്ച നടത്തിയപ്പോ അമേരിക്ക ഏതാണ്ട് 14 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇറാൻ ഏതാണ്ട് 10 നിർദ്ദേശങ്ങളോ മറ്റോ ആണ് വെച്ചതെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിൽ പ്രസക്തമായ 3 കാര്യങ്ങൾ ഇറാൻ അടിവരയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, അവരുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ ഒരു വ്യക്തത വരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഉപരോധങ്ങളടക്കം പിൻവലിക്കണം. 3, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ അവരുടെ പരമാധികാരം അംഗീകരിച്ചു കൊടുക്കണം.
അപ്പൊ ഇതൊന്നും പ്രായോഗിക തലത്തിൽ അത്ര നടപ്പുള്ള കാര്യമല്ല. അമേരിക്ക ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ഇതുവരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ ഈ യഥാർത്ഥ പ്രശ്നം അവിടെ അവശേഷിക്കുമ്പോൾ ഒരു സ്ഥായിയായ യുദ്ധവിരാമം അത് എത്രത്തോളം സാധ്യമാണ്? ഇപ്പൊ താൽക്കാലികമായി രണ്ടു കൂട്ടർക്കും ക്ഷീണമുള്ളത് കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നത് ഒഴിച്ചാൽ യഥാർത്ഥ പ്രശ്നം അവിടെ അവശേഷിക്കുകയെ പൂർണ്ണമായ യുദ്ധവിരാമം അത് എത്രത്തോളം സാധ്യമാണ്? കാര്യം ഇത് യുദ്ധം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. യുദ്ധം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ വളരെ സങ്കീർണമാണ് ഈ വിഷയം. കാരണം ഉദാഹരണത്തിന് അമേരിക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രംപ് ഇപ്പോഴും ഭീഷണി മുഴക്കുന്നുണ്ട്. ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ ചുട്ടുകളയും എന്ന് പറഞ്ഞ് ഇപ്പോഴും പറയുന്നു. പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് ട്രംപിന് മനസ്സിലായി കഴിഞ്ഞു. കാര്യം ഗൾഫ് രാജ്യങ്ങളിലുള്ള മിലിറ്ററി സാന്നിധ്യം, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം, കാരണം സാമ്പത്തികമായുള്ള ഇടപാടുകളിലുള്ള കരാറുകളും ബന്ധങ്ങളും എല്ലാം വളരെ വലുതാണ്. അപ്പോ ഈ ഒരു സംഗതികൾ പരിഗണിക്കുന്ന സമയത്ത് ഈ രണ്ട് കൈയും വിട്ട് ട്രംപിന് തോന്നുന്ന രീതിയിൽ ഇറാനിൽ ഒരു നടപടിക്ക് സാധ്യമല്ല. അത് ഇപ്പൊ ഇറാനും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇറാൻ ഇപ്പൊ ശ്രമിക്കുന്നത് ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള സംഗതിയാണ്. അത് ഒരുപക്ഷെ അവരത് ഏത് രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അതും അതുപോലെ ഈ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക എന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കില്ല. കാരണം ഇതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയും ചൈനയും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുതയെ നമ്മൾ മറക്കരുത്. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഇറാന്റെ നിലപാടുകളിലെ ഒരു എന്താ പറയുക, വളരെ ഒരു ഗുപ്തമായ മറ്റൊരു സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ ചെയ്യുക. കാരണം റഷ്യയും ചൈനയും ഈ ഇറാന്റെ അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ വളരെ സാന്നിധ്യം പശ്ചാത്തലത്തിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഹോർമോസ് സ്ട്രൈറ്റിന്റെ ആണ് ഏറ്റവും പ്രധാനം. കാരണം മറ്റു രാജ്യങ്ങളെല്ലാം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹോർമോസ് കടലിടുക്കിന്റെയാണ്. അത് ഈ ഒരു പക്ഷേങ്കിൽ ഈ കരാറ് വന്നതിന് ശേഷം, കാരണം ലോകരാഷ്ട്രങ്ങളെ എല്ലാം വെറുപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഹോർമോസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ ഒരു കപ്പലുകളിൽ കടന്നു പോകുന്നതിനെ കപ്പം പിരിച്ചുകൊണ്ട് മാത്രം ഇറാന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇറാന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലോകരാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം പുലർത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്വേച്ഛാധിപത്യപരമായ അല്ലെങ്കിൽ അവിടെ ഒരു വളരെ ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് പൂർണ്ണമായിട്ടും ഇറാന് പോകാനും പറ്റത്തില്ല. ഈ കരാറ് അമേരിക്കയുമായിട്ട് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാൻ ഒന്നുകിൽ മറ്റു രാജ്യങ്ങളുമായിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുമായിട്ട് ഈ IRGC അവിടുത്തെ അധികാരം ഈ പ്രായോഗികമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ്, ഇപ്പോഴും അധികാരം അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ ഒന്നാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം IRGC ഫലത്തിൽ അവിടുത്തെ ഈ പുതിയ മേധാവിയുടെ, അദ്ദേഹത്തിന്റെ പേര് ഹമീദ് ഓർ വാഹിദാണ്, വാഹിദിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തതിന് ശേഷം ഈ ഇറാന്റെ നിലപാടുകളിൽ മുഴുവൻ മാറ്റം വന്നിരിക്കുകയാണ്. കാര്യം അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വെറും ഒരു പാവ ലീഡർഷിപ്പായിട്ട് മാറിയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു അതുകൊണ്ടാണ് ഇന്ത്യയുടെ കപ്പലിനെ ഈ ഇറാന്റെ ഭാഗത്തുനിന്ന് വെടിയേറ്റത്. അവിടെ നിന്ന് കടത്തിവിട്ടിട്ടും വെടിയേറ്റു. പക്ഷെ അത് വിനാശകരമായ രീതി വെടിയായിരുന്നില്ല, അതൊരു മെസ്സേജ് ആയിരുന്നു. കാര്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറിച്ച് IRGC ആണെന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ ഈ യുദ്ധം അല്ല കരാർ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഔപചാരികമായിട്ട് യുദ്ധം ഒഴിവാകും. അത് ഒഴിവായി കഴിഞ്ഞാലാണ് ഈ ഹോർമോസ് കടലിടുക്കിന്റെ വിഷയം വരുന്നത്. അത് ചിലപ്പോൾ ഓരോ രാജ്യങ്ങളുമായിട്ടും അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നയമായിരിക്കും ഒരു പക്ഷേ അതിനകത്ത് ഉണ്ടാക്കുക. കാരണം ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുമായി പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം തുടക്കത്തിൽ ഇന്ത്യയുടെ കപ്പലുകൾ അതുവഴി കടത്തിവിട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സൗഹൃദ രാജ്യങ്ങളും ഈ പറഞ്ഞ പോലെ ഇറാൻ അത് വിലപേശിയായിരിക്കും ഒരു പക്ഷേ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ വിലപേശലിനുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വിലപേശലിനുള്ള ഒരു ഉപാധിയാക്കി അതിനെ മാറ്റാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ശരി, നന്ദി. താങ്ക് യു.